കാനനമധ്യേ വാഹിനി സഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം രോഷത്തോടെ യുദ്ധം ചെയ്യുമ്പോൾ ദേവീ നിശ്വാസങ്ങളിൽ നിന്നു സദ്യ സംഭവിച്ചതു ഗണഗള സംഖ്യമായി പരശുബിണ്ടി പാലഭട്ടസാദികളാലേ സുരവൈരികൾ തന്നെയവരുമുടുക്കിനാർ. മൃദംഗ പടഹ ശംഖാദിവാദ്യങ്ങളെല്ലാം മതം പൂണ്ടേറ്റം പ്രയോഗിച്ചിതു യുദ്ധോത്സവേ. ശൂലഖഡ്ഗാസ്ത്രശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർക്കയയ്ക്കുന്നു ദേവാരികളെയെല്ലാം. ഘോരമാം ഖണ്ഡാനാദം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തെരുതെരെപ്പാരിൽ വീണുഴലുന്നു. പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു. രോക്ഷത്താൽ ഖഡ്ഗം കൊണ്ടു ചിലരെ ഖണ്ഡിക്കുന്നു. മുസലമേറ്റു രക്തം ഛർദ്ദിച്ചിടുന്നു ചിലർ. ഗദയേറ്റുടൻ ചിലർ പിടഞ്ഞു വീണിടുന്നു. വക്ഷസി ശൂലമേറ്റു ഭേദിച്ചിടുന്നു ചിലർ. തൽക്ഷണേ ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം. ബാഹുക്കളറ്റും കഴുത്തറ്റും ജംഗങ്ങളറ്റും ദേഹത്തിൻ നടുവറ്റുമുത്തമാംഗങ്ങളറ്റും. ഏകബാഹ്വക്ഷിശൂന്യന്മാരായി വീണു ചിലരാകുലപ്പെട്ടു വീണു ഭൂതലം നിറയുന്നു. കബദ്ധങ്ങളും പുനരുദ്ധാനം ചെയ്തു ശീഘ്രം നിർബന്ധമടുക്കുന്നു. നൃത്തം വയ്ക്കുന്നു ചിലർ. നില്ലു നില്ലെന്നു പറഞ്ഞടുത്തു മഹാദേവി കൊല്ലുന്നു മഹാസുരഗജവാജികളെയും. കുണപങ്ങളെ കൊണ്ടു മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുതിരനദികളും. ഓരോരോ വഴിയെ പോയി വേഗത്തിലൊഴുകുന്നു. നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ടാടുന്നു. ഘോരദാവാഗ്നിവനം ദഹിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദൈത്യന്മാർ ദഹിക്കുന്നു. ദേവിതൻ ഗണങ്ങളും വേഗേന യുദ്ധം ചെയ്തു ദേവവൈരികളെ കൊന്നാവോളമൊടുക്കുന്നു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു. ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു. രണ്ടാമധ്യായം കഥകളേവം ചൊന്നേൻ. കുണ്ഠിതം കൂടാതെ ഞാൻ ചൊല്ലുവനിനി ശേഷം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.